ഇങ്ങനെല്ലാം ആവുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. നിങ്ങളെന്നെ പറ, ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമാവുമെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇല്ലാലോ, ഞാൻ മനസ്സാവാത അറിയാത്തവേ അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരിട്ടിട്ട് ഇവരെനിക്ക് തരുന്നുണ്ട് പറഞ്ഞിന്. ഭർത്താവിന് പേർക്കറി ഞാൻ ചെല്ലി ഒരിക്കൽക്ക് പുള്ളർ തെറ്റല്ലേ, സത്യാവസ്ഥ അറിയണം. അതും കേട്ടിത്തോറ് ഓറയിലേക്ക് നിന്ന് എന്താണ് പോലീസിൽ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ? പോലീസുകാർക്ക് പരാതി കൊടുത്തിന്. ഈ പൊന്ന് കട്ടാൾ അറിയണേ വേണം. എൻ്റെ മോള് പോയില്ലേ, അതറിയാൻ 2 പിള്ളേരെ കാണാൻ ബേജാറാണ്. ഉമ്മായിട്ട് കൂക്കുന്നു, രാത്രി ഉറങ്ങിയിട്ട് അക്കടാക്കും. ഉമ്മായിട്ട് വിളിക്കും, ചെറിയ കുഞ്ഞല്ലേ. അത് പൊന്ന് കട്ടാൾ എങ്ങനെ അറിയണം? അഫ്രീദിനെ വിടാനും കഴിയില്ല, അഫ്രീദിന്റെ പെരക്കാറ് വിടാനും കഴിയില്ല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് സ്വദേശിനിയായ ജിസില എന്ന് പറഞ്ഞാൽ വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് 2 ദിവസം മുമ്പ് ഇങ്ങനെ വന്നൊരു കാര്യമാണ്. അന്ന് സോഷ്യൽ മീഡിയ മൊത്തം ആ ഒരു സ്വർണം പണയം വെച്ചതിൻ്റെ പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമല്ല കേട്ടോ കാരണങ്ങൾ. അതും ഒരു കാരണമാണ്, ഇല്ല എന്നല്ല. അതിൻ്റെ കൂടെ തന്നെ മറ്റ് പ്രശ്നങ്ങളും എല്ലാം കൂടെ. ഇത്രയും ചെറുപ്രായത്തിൽ, ഒന്നാമത് ഈ ചെറുപ്രായത്തിലെ പിടിച്ച് പെൺപിള്ളേരെയൊക്കെ കല്യാണം കഴിപ്പിക്കാതിരിക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ അവർക്ക് ഒന്നിനെയും പറ്റി ഒന്ന് ചിന്തിക്കാനോ ആലോചിക്കാനോ ഒന്നും ഉള്ളൊരു ബോധം ഒന്നും ഇല്ലാത്തൊരു പ്രായമാണത്. ചെറുപ്രായത്തിൽ തന്നെ ഒരു കുടുംബഭാരം എടുത്ത് അതുങ്ങളുടെ തലയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ 24 വയസ്സ് ഇപ്പോൾ അതിനെ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായമായതേ ഉള്ളൂ. പിന്നെ പൊതുവെ മുസ്ലിംസിൻ്റെ ഇടയിൽ ചെറുപ്രായത്തിൽ, അതും പ്രത്യേകിച്ച് കോഴിക്കോട് സൈഡിലോട്ടൊക്കെ എങ്ങനെയാണ് ചെറുപ്രായത്തിലെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്ക് നമ്മളിത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഒരുപാട് മിസ്റ്റേക്ക് ഉള്ള പോലെ നമുക്ക് തോന്നും. കാര്യം ഒരു എടുത്തുചാട്ടം കൊണ്ട് ആ കൊച്ച് ഇങ്ങനൊരു പണി കാണിച്ചു വെച്ചു. അതിൻ്റെ 6ഉം 4ഉം വയസ്സുള്ള തീരെ കൊച്ചു പിള്ളേരാണ്. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി. കാര്യം അവർ അപ്പൻ്റെ വീട്ടുകാരെ പറ്റി പറയുന്നതൊക്കെ ഈ പെങ്കൊച്ച് പറയുന്നത് വെച്ച് കേട്ടിട്ട് ഒരു മനുഷ്യപ്പറ്റി മര്യാദയുള്ള മനുഷ്യരാണെന്ന് തോന്നുന്നില്ല. ഇത് പറയുന്ന വെച്ച് നോക്കിയിട്ട് നമുക്ക് അല്ലാതെ അറിയില്ല. പറയുന്ന വെച്ച് ഇതിൻ്റെ ഒരു ആൺ സുഹൃത്തിൻ്റെ ഉമ്മയുടെ മാല, 9 പവൻ്റെ ഒരു മാല ഈ കൊച്ച് കട്ടെടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പേര് കേസാക്കിയത്. ഏത് വഴി കൂടെ നോക്കിയാലും എങ്ങൊന്നും ഒരു നീതി കിട്ടുന്നില്ല, ആരിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഈ കൊച്ച് ഇങ്ങനെ ഒരു പണി കാണിച്ചത്. ഒരു പ്രശ്നം വരുമ്പം നമ്മുടെ വീട്ടുകാരാണ് അവർക്കൊപ്പം നിൽക്കുക. തെറ്റോ ശരിയോ അത് പിന്നത്തെ കാര്യം. നമുക്ക് തെറ്റാണെങ്കിൽ പിന്നീട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നം വരുമ്പം എല്ലാ വഴി കൂടെ ഇട്ട് കുത്തുമ്പോഴത്തേക്ക് പിന്നെ മുന്നോട്ട് ജീവിതത്തെപ്പറ്റി ഒരു ഇത് വരും. എല്ലാ വഴി കൂടെ നാണക്കേടാണല്ലോ എന്നോർത്ത് പിന്നെ ഏക മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ. അതിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോകും. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു ജീവിതകാലം മൊത്തം ആ ഒരു അമ്മ, ഈ പെൺകുട്ടിയുടെ അമ്മ, ഇനി ആ 2 കുഞ്ഞുങ്ങളെ വളർത്തണം. എത്രമാത്രം അവരിനി മാനസികമായിട്ടൊരു മകളെ നഷ്ടപ്പെട്ട വേദനയും 2 അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരിനി ജീവിക്കണ്ടേ? അതൊന്നും അന്നേരം ചിന്തിക്കുകയില്ല. അന്നേരം മുന്നിലുള്ള നാടക്കേട്, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, മറ്റുള്ളവരാരും ഇല്ല കൂടെ എന്നൊരു തോന്നൽ എടുത്തുകാടി ചെയ്യുന്നതാണ്. ഇത് പല രീതിക്കാണ് ഈ ഒരു വാർത്ത വരുന്ന. ആഫ്രീദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ഇത് പഠിക്കാൻ പോയെടുത്ത് വെച്ച് പരിചയപ്പെട്ടെന്നും പറയുന്നുണ്ട്. അല്ലാതെ ഇവരുടെ ഭർത്താവിൻ്റെ സുഹൃത്താണെന്നും പറയുന്നുണ്ട്. അവർ ഭർത്താവിൻ്റെ നാട്ടിലുള്ളൊരു ആളാണ്. ആ ഒരു ആൺ സുഹൃത്തുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അവരുടെ വീട്ടിൽ പോയി താമസിച്ചെന്ന് പറയുമ്പം അവരുടെ ഉമ്മയാണ് ഈ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ചതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ദിവസം നിൽക്കാം. ഞാൻ പറയുന്നത് ആരും ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പോൾ ഒരു ബന്ധുവാണെങ്കിൽ പോലും നമുക്ക് ആരെയും ഒരു പരിധിക്കപ്പുറം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരവിടെ വിവാഹം കഴിച്ച് ചെന്നാണ്. ഒരു ആൺ സുഹൃത്തെന്നേ ഉള്ളൂ. ആ വീട്ടിൽ പോയി അന്തി ഉറങ്ങാൻ പാടില്ലായിരുന്നു. അതൊന്നാമത്. അതാണ് ഇവരുടെ വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുന്നു. കാര്യം അതിന് ചിന്തിക്കാനുള്ള ബോധം പോലുള്ള പ്രായമില്ല. 24 വയസ്സേ ഉള്ളൂ. പഠിച്ചിറക്കേണ്ട പ്രായമാണ്. അതിന് അവിടെ പോകരുതെന്നോ അങ്ങനെയുള്ള ചിന്തിക്കാനുള്ള ബോധം പോലും കൊച്ചിനുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അത് ആ ഒരു സുഹൃത്തെന്നുള്ളൊരു ബന്ധം വെച്ചും അവരുടെ വീട്ടുകാരുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. അങ്ങനെ അവിടെ പോയതാണെന്ന് പറയുന്നു. ഇവർ എനിക്കൊന്ന് ഈ കൊച്ച് പറയുന്നത് വെച്ച് നോക്കുമ്പം ആ വീട്ടുകാരും അവർ കണക്ക് കൂട്ടി ഇതിനെ ചതിച്ചതാണ്. കണക്ക് കൂട്ടി. പിന്നെ ഈ ഇദ്ദേഹത്തെ പറ്റി എപ്പോഴും ഇവരുടെ ഭർത്താവിനോട് പറയുമായിരുന്നു. ഈ ആൺ സുഹൃത്തിനെ പറ്റി എപ്പോഴും ഭർത്താവിനോട് പറയും. അദ്ദേഹം സംശയിക്കുന്ന പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. കാര്യം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം നമുക്കറിയാം. എല്ലാ അവിഹിതങ്ങളും മറ്റതും മറിച്ചതൊക്കെ ഉള്ളൂ. കുഞ്ഞുങ്ങളെ കളിച്ചു, അതും പ്രത്യേകം ഏതൊരു പെൺകൊച്ച്. ഒരു ആൺ സുഹൃത്തിനെ പറ്റി ഒരു പരിധി വിട്ട് ഭർത്താവ് നാട്ടിലില്ല, അദ്ദേഹം ഗൾഫിലാണ്. അവിടെ നിൽക്കുന്ന ആ മനുഷ്യന് ഒരു നിമിഷം സംശയം തോന്നാം. അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തെയും കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ വീട്ടുകാർക്ക്, ഈ പയ്യൻ്റെ വീട്ടുകാർക്ക്, ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അറിയാം ഈ പെങ്കൊച്ച് അങ്ങനെയല്ല എന്നറിയാവുന്നതുകൊണ്ട് അവർക്കൊരിച്ചിരി ഒന്ന് സപ്പോർട്ട് ചെയ്യായിരുന്നു. അവർ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഭയങ്കരമാക്കി. ഇവൾക്ക് പലരുമായിട്ട് ബന്ധമുണ്ട്, കോഴിക്കോട് പോയി റൂം എടുത്തു, അങ്ങനെ ഒരുപാട് ഈ കൊച്ചിനെ ഒരുപാട് മോശമാക്കി. അങ്ങനെ എല്ലാം കൂടെ കേട്ട് സഹിക്കാൻ വയ്യാതാണ് ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ. നമുക്ക് എന്താണ് ആ ഒരു വീഡിയോ നോക്കാം. നമുക്ക് പറയുന്ന അങ്ങോട്ട് മനസ്സിലാകത്തില്ല, പക്ഷെ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കത് മനസ്സിലാകത്തില്ല കൊച്ചു പറയുന്ന കാര്യങ്ങൾ. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്.
എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലില്ല, കറിയത്ത് പോലില്ല, അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും. എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാനേതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല കാര്യം. എൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല, എല്ലാവരും മരിക്കേണ്ട അവസ്ഥയില്ല. എൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഫ്രണ്ട് അഫ്രീദിൻ്റെ ഉമ്മ അപ്പ അവർ വീട്ടുകാരെടുക്കാൻ വന്നിട്ട് രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ടായി. അവരെന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിട്ട് പോയി. പെൺകുട്ടി പറയുന്നത് ഈ സുഹൃത്തിൻ്റെ അമ്മയും അപ്പനും പിന്നെ ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയും പെങ്ങളും പറയുന്നുണ്ട്. പെങ്ങളും കൂടെ ആണ് വന്ന് കിടന്ന് അവിടെ കിടന്ന് ഒരുപാട് മോശമായിട്ട് പറഞ്ഞു, ഒത്തിരി വേണ്ടാതിനങ്ങൾ പറഞ്ഞു. ഇവർ ആ വീട്ടുകാരും കൂടെ, ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ ആ പയ്യനും ഇവരുടെ ഫ്രണ്ടിൻ്റെ വീട്ടുകാരുമായിട്ട് കൂടിച്ചേർന്ന് ഈ കൊച്ചിനെ അങ്ങ് ഒത്തിരി വേണ്ടാതിനങ്ങൾ പറഞ്ഞതാണ്. ഒരു പെണ്ണ് ഒരു പക്ഷേ ഇവർ വെറും ഒരു സുഹൃത്തുക്കൾ മാത്രമായിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അതിന് ഇത്രയും ഫീലായത്, അതിനെപ്പറ്റി വേണ്ടാതിനെ പറയുമ്പോഴത്തേക്ക് അത്രയും വിഷമമായത് അതുകൊണ്ടായിരിക്കാം. ഒരുപാട് അപമാനിച്ചെന്നാണ് പറയുന്നത്. വീട്ടിൽ വന്ന് ഒരുപാട് വൃത്തിയോട് പറഞ്ഞു ഇവരുടെ വീട്ടുകാരെ ആത്മഹത്യ ചെയ്യാതെ ഉള്ളു നിവൃത്തി, അതുപോലുള്ള നാണക്കേടുകളാക്കി അവർ പറഞ്ഞെന്നാണ് കൊച്ചു പറയുന്നത്. ഞാനധികം ജീവിച്ചിരിക്കില്ല, എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സത്യം തരാൻ വേണ്ടി മാക്സിമം ട്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. ഞാൻ മരിച്ചിട്ടാണെങ്കിൽ എൻ്റെ സത്യം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾ എന്നെ കൊടുത്തിട്ട് എല്ലാവർക്കും അറിയാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിച്ച് കറി നിറച്ച് വെച്ച് എടുക്കാത്ത ആഭരണം ഞാൻ എങ്ങനെ പോയി കൊടുക്കാനാ? ആ വീട്ടിൽ 9.5 പവൻ ഉണ്ടതുപോലെ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഒരിടത്തിൻ്റെ ഐഷ പോൾ ബെഞ്ചിക്കോട് കോളനിയിലെ അവിടെയുള്ള ആൾക്കാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് വേറെ പോയിസായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മക്കളെ ഇവിടെ നിർത്താൻ പറ്റില്ല, ആരും നോക്കുമെത്ത് ആരും നോക്കില്ല, അവരെന്നെ കൊണ്ടുപോകാം. എൻ്റെ സത്യം എപ്പോഴും ആ കുഞ്ഞുങ്ങളെ ആരും നോക്കാനില്ല, അതുങ്ങളെ കൂടെ കൊണ്ടുപോവുക എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഭർത്താവ് ഒരുപാട് അതിനെ അങ്ങ് മാനസികമായിട്ട് അങ്ങ് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെയുള്ള മനുഷ്യരും എല്ലാവരും ആ കോളനിയിലുള്ളവരും എല്ലാം ഇങ്ങനെ ഒരു ചീത്തപ്പേരും കൂടെ കേട്ടതാണ് ഈ കൊച്ചിന് ഇത്രയും നാണക്കേടായത്. അതുപോലെ ഇത് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനൊക്കെ പോയി. കാര്യം ഇതിനെ ആദ്യം സ്റ്റേഷനിൽ വിളിച്ചു, ഇത് എടുത്തിട്ടില്ല എന്ന് സത്യം വിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പൊതിഞ്ഞ് ഇതിനെ തെറ്റ് ചെയ്യാതെ അത് കംപ്ലൈൻറ്റ് ഈ കൊച്ചു കൊടുക്കാൻ പോയി. പക്ഷേ അത് അവർ എടുക്കുമോ? അവരതിനോട് ഒരുപാട് മോശമായിട്ടൊക്കെ പെരുമാറിയതാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നീ തന്നെയാണ് കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ ഒരുപാട് ഇതായിട്ട് സംസാരിച്ചു. എവിടുന്നെങ്കിലും അതിനൊരു നീതി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ജീവനോടെ കണ്ടായിരുന്നേനെ. എവിടുന്നെങ്കിലും, ഒന്നല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന്, ഇല്ലെങ്കിൽ അതിൻ്റെ ഭർത്താവ് പറയാം നീ വിഷമിക്കേണ്ട, ഞാൻ നാട്ടിൽ വരട്ടെ, എന്താ കാര്യം നീ അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം നീ എന്ന് പറഞ്ഞൊരു ചെറുതായിട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക്, ആ 2 കുഞ്ഞുങ്ങൾക്ക് 6ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അമ്മയുണ്ടായിരുന്നേ. നമ്മൾ ഗെയിമറില്ല, നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പം കുറ്റപ്പെടുത്തുന്നതിലല്ല കാര്യമിരിക്കുന്നത്. അത് കുറ്റപ്പെടുത്തും തോറും നമ്മളത് മാനസികമായിട്ട് വല്ലാതായിപ്പോയി അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കുകയുള്ളൂ. അതേസമയം ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വാക്ക് ഭർത്താവ് പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹം വീട്ടുകാർ പറയുന്നത് കേട്ട് വീട്ടുകാർ പറഞ്ഞു അങ്ങനെ അവിഹിതം അങ്ങനെ കുറേ വീട്ടുകാരുണ്ട് കേട്ടോ. ഈ ഭാര്യ സത്യം പറഞ്ഞാൽ ഈ ആമക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മമാരും ഈ ആമക്കളുടെ ഭാര്യമാരുടെ കുറ്റവും പറഞ്ഞ് നടക്കാൻ പോകത്തില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് അവരുടെ കുടുംബത്തിൽ വന്ന് കയറിയൊരു പെണ്ണാണ്. ആ പെണ്ണിനെ പറ്റി ഇങ്ങനെ അവാദം പറഞ്ഞ് നടക്കുമ്പോൾ അത് അവരുടെ മകനെ കൂടെ ബാധിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടേ പോലും അത് പറഞ്ഞ് അത് ഒഴിവാക്കി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ മരിച്ചിട്ട് എങ്ങനെയുണ്ട് സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ അവരൊന്നെ നാണം കെടുത്തി വെച്ചെന്നെ. സത്യം തെളിയാൻ വേണ്ടി കംപ്ലൈൻറ്റ് എടുക്കാൻ ഞാൻ എന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെ അവരെ ഞാനൊന്നും തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം തെളിയിക്കണം.
എൻ്റെ മരണത്തോടാണെങ്കിലും സത്യം തെളിയിക്കണം. മരിച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്കും പോയി ആർക്കും പോകാനും എൻ്റെ വീട്ടുകാർക്ക് എന്ത് പറ്റിയ കുഴപ്പമില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ ഞാൻ ആ വീട്ടിലേക്ക് പോയോ എന്നല്ല എൻ്റെ പേര് വന്ന് ഇങ്ങനെ. അതാണ് പറഞ്ഞത്, ആ വീട്ടിലേക്ക് പോയതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചെന്ന്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ആ വീട്ടിലോട്ട് പോയത്. അവരുമായിട്ട് അതുപോലുള്ള അടുപ്പം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയത്. പിന്നെ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലമാണ്. ഒരാൺ സുഹൃത്താന്ന് എന്നെ അന്ന് പറഞ്ഞാലും അപവാദം കേൾക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. തെറ്റ് ചെയ്തില്ലേ പോലും അങ്ങനെ ഒരാണും പെണ്ണും കൂടെ, പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ആ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരാണും പെണ്ണും, ഭർത്താവ് ഗൾഫിലാണ്, ആ പരിധി വിട്ട് സംസാരവും കൂട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നുമില്ലേ പോലും ആൾക്കാർ വേണ്ടതിനും പറഞ്ഞു തുടങ്ങും. ഇങ്ങനെല്ലാം ആവുമെന്ന് ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന ഇങ്ങനെ പറയാം. ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നമാവുമെന്ന് അറിഞ്ഞിനെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോട്ടേന. ഇല്ലല്ലോ, ഞാൻ മനസ്സാവാത്ത അറിയാത്തവേ അതിനൊക്കെ വേറെ എന്തൊക്കെയോ പേരിട്ടിട്ട് ഇവരെനിക്ക് തരുന്നുണ്ട്. അവിടെ റൂം എടുത്തിട്ട് പോയി ഇവിടെ എനിക്കറിയാത്ത പോലും. ഗോൾഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയണം. അല്ലാണ്ട് എന്നെ എന്തിനിങ്ങനെ നാണം കെടുത്തിയത്? എൻ്റെ മക്കൾക്ക് ഇത് ജീവിക്കാൻ കഴിയാ, തലത്തിൽ നടക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് അവരെന്നെ കൊണ്ടുപോകുന്നത്. എല്ലാവരും എന്നെ കൊണ്ടുപോകാൻ സത്യം തെളിയിക്കണം. ഒരു ദിവസം തെളിയുന്ന വിശ്വാസത്തോടെ ഞാനിവിടെ അവനില്ലെങ്കിൽ ഒരു ദിവസം സത്യം തെളിയുന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പോവാ. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഗോൾഡിൻ്റെ വിഷയം മാത്രമല്ല ആ പെൺകുട്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള കാരണം പറയുന്നത് കേട്ടോ. ഗോൾഡിൻ്റെ വിഷയമാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ പോരെ, അപവാദങ്ങൾ എന്നത്തിനാണ് പറയുന്നതെന്ന്. അവരുടെ വീടിൻ്റെ വാതിക്കൽ വന്ന് നിന്ന് ഈ പെൺകൊച്ചിൻ്റെ വീടിൻ്റെ വാതിക്കലാണ്, ഇതിൻ്റെ അമ്മയുടെ ഇതിൻ്റെ അടുത്താണ്. അപ്പോൾ അവരുടെ അയലോക്കത്തുള്ളവരും ഒക്കെ കേൾക്കുമല്ലേ, ഭർത്താവിൻ്റെ വീട്ടുകാരും മറ്റവരും കൂടെ വന്ന് ഒന്നിച്ച് നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നാട്ടുകാരുടെ മുന്നിലൊരു നാണക്കേടല്ലേ. എത്രയാണെന്ന് പറഞ്ഞാൽ സത്യങ്ങളൊക്കെ മുന്നേ ഈ സത്യം കള്ളങ്ങളാണ് പെട്ടെന്ന് പ്രചരിക്കുന്നത്. അത് പ്രചരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു പെങ്കൊച്ചാണ്, 24 വയസ്സേ ഉള്ളൂ, അതിൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു. അത് പറഞ്ഞിട്ടില്ലേ, അവർക്ക് നാണക്കേടാകുന്നു. അവരുടെ അമ്മ ഇങ്ങനെ മോശക്കാരി എന്ന് പറയുമ്പോൾ അവർക്ക് നാണക്കേടാകത്തില്ലേ? മോഷണം പോയെങ്കിൽ അതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ ഇത് അവിടെ പോയി റൂം എടുത്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ DNA ടെസ്റ്റ് നടത്തി നോക്കണം, കുഞ്ഞുങ്ങൾ അങ്ങനെയാണെന്ന് സംശയമുണ്ട്. ഇത്രയും ഒരു നാറിയ കുറേ വർത്തമാനങ്ങൾ പറയുന്ന മനുഷ്യർ കേട്ടോ. ഇപ്പം തീർന്നില്ലേ? ഇപ്പം എല്ലാ മോഷണം പോയതും തീർന്നു, അപവാദം പറച്ചിലും തീർന്നു, എല്ലാം തീർന്നു. ചിലപ്പം ഈ കൊച്ചു ഒഴിഞ്ഞു പോകുന്നോർത്ത് കാണിച്ച പരിപാടിയായിരിക്കാം. പിന്നെ അവരുടെ വീട്ടുകാർ അവരെന്തിനാണ് അങ്ങനെ കാണിച്ചതെന്നുള്ളത് ഈ പെൺകുട്ടിയുടെ ഉമ്മ പറയുന്നുണ്ട്. പൈസ വേറൊരു മീഡിയയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പൈസ കടം മേടിച്ചിട്ടുണ്ടെന്ന് ഈ കൊച്ചിൻ്റെ ഇത്. ചിലപ്പം ഇതിൻ്റെ കയ്യിൽ നിന്ന് പൈസ പലപ്പോഴായിട്ട് മേടിച്ച് നല്ലൊരു തുക കാണുമായിരിക്കും. അത് തിരിച്ച് ചോദിച്ചതിനായിരിക്കാം ഇങ്ങനെ അതിനെ ചതിച്ചത്. എന്നാണെങ്കിലും ഈ ഭർത്താക്കന്മാർ ഗൾഫിലുള്ള പെണ്ണുങ്ങൾ ഈ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ഭർത്താക്കന്മാർ ഗൾഫിലുള്ളത് തന്നെയല്ല, നാട്ടിൽ താമസിക്കുന്നതാണേലും നമ്മളോട് ഒരാളൊരു പൈസ കടം ചോദിച്ചാൽ അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ നമ്മുടെ ഭർത്താവ് പറയാതെ ഒരിക്കലും കൊടുക്കരുത്. ചിലപ്പോൾ ആ ചോദിക്കുന്ന ആൾക്ക് ഒരു നിമിഷം നമ്മളോടൊരു പിണക്കോ ദേഷ്യമോ തോന്നും, അതൊരു നിമിഷത്തേക്കേ ഉള്ളൂ. നമ്മുടെ ജീവിതം വെച്ച് ഒരിക്കലും നമ്മൾ കളിക്കാൻ നിൽക്കരുത്. അവരറിയാതെ ആരറിഞ്ഞില്ലേലോ ഭർത്താവ് അറിഞ്ഞിരിക്കണം. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ കണക്കും നമ്മൾ ഒരാൾക്ക് കൊടുത്താലും ഒരാളുടെ കയ്യിൽ നമ്മൾ മേടിച്ചാലും നമ്മുടെ ഭർത്താവ് അറിഞ്ഞിരിക്കണം. വേറെ ആരും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഭർത്താവ് അറിഞ്ഞിരിക്കണം. കാര്യം നാളെ ഭർത്താവിൻ്റെ മുന്നിലാണ് നമുക്ക് ഏത് കാര്യത്തിനും ഒരു ആൻസർ കൊടുക്കേണ്ടി വരുന്നത്. വേറെ ആരെയും നമുക്ക് മൈൻഡ് കൊടുക്കേണ്ട. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ കാര്യങ്ങൾ പറയുക, ഇന്ന കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാൻ എന്നിട്ട് ഒരാൾ കാണും. ഇതൊരു പക്ഷേ ഭർത്താവ് അറിയാതെ ഇവൻ കുറേശ്ശെ മേടിച്ചതായിരിക്കാം, നമുക്കറിയത്തില്ല. അവർ ഉമ്മ പറയുന്ന കാര്യമാണ്, മേടിച്ചതായിരിക്കാം. അങ്ങനെ മേടിച്ച് തിരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കുടുക്കി കഴിഞ്ഞാൽ പിന്നെ പൈസയുടെ ചോദ്യം വരുന്നില്ലല്ലോ. അത് എത്രമാത്രം എവിടെയെല്ലാം ചെന്ന് നിന്ന് ആ ഒരു സ്വർണം ഇവരെടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു മാല ഇങ്ങനെ എടുത്തിട്ട് അവർ നിർബന്ധിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം അവിടെ താമസിപ്പിച്ചാണ്. അവിടുന്ന് പെങ്കൊച്ച് പോന്നപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ അവരുടെ മാല കളവ് പോയി, അത് ഈ പെങ്കൊച്ചാണ് എടുത്തേ എന്നും കൂടെ അവർ ഇത്രയും സ്നേഹത്തിൽ ഇരിക്കുന്നിടത്ത് ആ കൊച്ചെടുത്തു എന്നിവർ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ചതിക്കാൻ വേണ്ടി തന്നെയായിരിക്കില്ലേ അതിനെ ഒന്ന് വിളിച്ചവിടെ വരുത്തിയത്. ചതിക്കാൻ വേണ്ടി തന്നെയായിരിക്കും വിളിച്ചു വരുത്തേ. എന്നിട്ട് അതിനുള്ള അപവാദങ്ങളും പേരുദോഷങ്ങളും മൊത്തം കേൾപ്പിച്ച് അതിൻ്റെ ജീവിതവും ഇങ്ങനെയാക്കി തീർത്ത്. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ പെൺകുട്ടികൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു പരിധി വിട്ട് ആരുമായിട്ട് ഒരുപാട് അടുപ്പത്തിന് പോകാതിരിക്കുക. എല്ലാവരോടും സ്നേഹം അത്രമാത്രം മതി. ഒരു പരിധി വിട്ട് ആരോടും, പ്രത്യേകിച്ച് ഹസ്ബൻഡ് നാട്ടിലില്ലാതെയും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ എത്ര നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവരായിരിക്കാം. ആ ഒരു അപവാദം കേൾക്കുമ്പോഴത്തേക്കും നാട്ടിലില്ലാത്തൊരു മനുഷ്യൻ വിളിക്കിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് അത് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം അങ്ങനത്തെയാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് തെറ്റിദ്ധരിച്ചതും ഇത്രയും ആ കൊച്ചിനെ അങ്ങ്
മാനസികമായിട്ടിട്ട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അവർ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കേൾക്കാമേ. എന്താണ് ജസീല ഇങ്ങനെ വിഷം കഴിക്കാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾ കരുതുന്നത്? ഓള് പഠിക്കാൻ പോകുന്നുണ്ടായിന്. പഠിക്കാൻ പോകുന്നിടത്തിന് അവളെ ഫ്രണ്ടിൻ്റെ വീടേക്ക് പോയി, അഫ്രീദിൻ്റെ വീടേക്ക്. അഫ്രീദിൻ്റെ ഉമ്മയാണ് അവളെ കൂടുതൽ വിളിച്ചിന് ഫോണ്. ബാബാത്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓള് പോയി. ഓറെ കുടുംബം ഓരോ അയൽവാസികളെല്ലാം ഉണ്ട്. ഓളെൻ്റെ പേര് ജഷി എടുത്തിനെന്ന് പറയുന്നത്. ഓള് പൊന്നെടുത്തിത്താലത്ത് കുറേ കരിഞ്ഞ് പറഞ്ഞാൽ പൊന്നെടുത്തിത്ത ഉമ്മ എന്നെ പറയുന്നത്. ഉമ്മ വിശ്വസിച്ചായിരുന്നു. ഞങ്ങൾക്ക് എൻ്റെ മോളെ വിശ്വാസമുണ്ട്. ഓള് ഉറപ്പ് എടുക്കല. ഓൾക്ക് ഓളെ കല്യാണത്തിൽ 5 പൗനുണ്ടായിന്. അത് അങ്ങനെ പൊന്നെടുക്കുന്ന 5 പൗണ് ഭർത്താവിൻ്റെ പെങ്ങൾക്ക് കൊടുക്കാലോ. ഭർത്താവിൻ്റെ പെങ്ങൾക്ക് കൊടുത്തിന് 5 വിഷമം പറഞ്ഞിരുന്നു. എങ്ങനെ പൊന്നെടുത്തു എല്ലാവരും പറയുന്നത് വിഷമം നിങ്ങളോട് പറഞ്ഞിരുന്നു? ഓടി വെച്ചിന് വയ്യ. അഫ്രീദിൻ്റെ ഉമ്മ വന്നിവിടെ ഭയങ്കര ഓളോട് പ്രശ്നമാക്കിന്, ഞങ്ങളോട് പ്രശ്നമാക്കിന്. ആരാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അഫ്രീദിൻ്റെ ഉമ്മ ഒരു ചേച്ചു ഭയങ്കര പ്രശ്നമാക്കിന്, അങ്ങനെ ആക്കിന്. ഒക്കെ അപ്പോൾ ഓള് പൊന്നെടുത്തിനകത്ത് ഓളെ ഇടക്കെല്ലാം കൊണ്ടുപോയി തോന്നുന്നു. ഞങ്ങൾക്കറിയാത്ത കുറേ ഭീഷണിപ്പെടുത്തി സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോള് പോയത്. അവരെന്താ ഭീഷണിപ്പെടുത്തിയത്? പിന്നെ ഓള് ചെല്ലി മുസാഫ് പിടിച്ച് ഞാൻ പൊന്നെടുത്തിട്ടാ ഞാൻ മരിച്ചോ. അപ്പോൾ മരിച്ച് നമുക്ക് എന്തൊക്കെ അയിഞ്ഞ ഇവിടെ വന്ന് അയിഞ്ഞ് നല്ല ഓണ് ചോറാക്കിന്. പിന്നെ ഭർത്താവിൻ്റെ ഉമ്മാനും പെങ്ങളെ കൂട്ടിയിട്ട് ഈഞ്ഞ വന്നിന്. എന്നിട്ട് ഭർത്താവിൻ്റെ ഉമ്മ പുതിയാപ്പിളിൻ്റെ ആധാര കാർഡ് ഐഡി കാർഡെല്ലാം കൊണ്ടുപോയി പുള്ളറെ DNA ടെസ്റ്റ് എടുക്കണമല്ലേ. ഇത് ഓറപ്പുറപ്പുറം പ്രശ്നമായി. എൻ്റെ മോനിക്ക് ഗൾഫിന് എല്ലാവർക്കും വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിന്. സഹിക്കാൻ കഴിയായിട്ടാണ് എൻ്റെ മോള് പോയത്. ഭർത്താവിന്റെ കുടുംബം ഇവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭർത്താവിൻ്റെ പെരക്കാറ് ഓറൊക്കെ നിന്ന്, ആ പൊന്നു കാണാനായ പെരക്കാരൊക്കെ നിന്ന്, ജസീലാനൊക്കെ നിന്നിട്ട് ഞങ്ങളൊക്കെ നിന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് തെറി പറഞ്ഞിന്. ഭർത്താവും പറഞ്ഞിന്. ഭർത്താവിൻ്റെ പെരക്കാറ് ഞാൻ ചെല്ലി ഒരിക്കൽക്ക് പുള്ളർ തെറ്റല്ലേ, സത്യാവസ്ഥ അറിയണം. അതും കേട്ടിത്തോറ് ഓറയിലേക്ക് നിന്ന്. എന്താണ് പോലീസിൽ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? പോലീസുകാർക്ക് പരാതി കൊടുത്തിന്. ഇത് പൊന്നു കട്ടാൾ അറിയണേ വേണം. എൻ്റെ മോള് പോയില്ലേ, അതറിയാൻ 2 പിള്ളേരെ കാണാൻ ബേജാറാണ്. ഉമ്മായിട്ട് കൂക്കുന്നു. രാത്രി ഉറങ്ങിയിട്ട് അക്കടാക്കും ഉമ്മായിട്ട് വിളിക്കും. ചെറിയ കുഞ്ഞല്ലേ. അത് പൊന്നു കട്ടാൾ എങ്ങനെ അറിയണം? അഫ്രീദിനെ വിടാനും കഴിയില്ല, അഫ്രീദിൻ്റെ പെരക്കാർ വിടാനും കഴിയില്ല. ഇവർ ഉമ്മ പറയുന്നത് അഫ്രീദിൻ്റെ വീട്ടിലുള്ളവർ വെറുതെ വിടാൻ പറ്റത്തില്ല, അവർ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. 2 കൊച്ചു പിള്ളേരല്ലേ, 6-4 വയസ്സ്. അതുങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ ഉമ്മ അതുങ്ങളെ വിട്ട് പോയതുപോലും അറിയത്തില്ല. രാത്രിയാകുമ്പോൾ അതുങ്ങൾ ചോദിക്കുന്നു ഉമ്മ എവിടെയെന്ന് ചോദിക്കുന്നത്. എന്നാ ഒരവസ്ഥയാണല്ലേ സത്യം പറഞ്ഞാൽ. അവർ അങ്ങേരുടെ പെങ്ങളും അമ്മയും വന്ന് കിടന്ന് അവരുടെ കൂടെ കൂടിയെന്ന് ഈ പെങ്കുച്ചിനെ ഒരുപാട് ചീത്ത വിളിച്ചെന്നാണ് പറയുന്നത്. ഭർത്താവും ചീത്ത വിളിച്ചു. ഇതെല്ലാം കൂടെ ആയിട്ട് മാനസികമായിട്ട് വല്ലാതൊരു ഇപ്പം ആ ഒരു സ്വർണത്തിൻ്റെ വിഷയം മാത്രമല്ല കൊച്ചു പറയുന്നത്, അതിനെ വൃത്തികേട് പറഞ്ഞാണ് അതിന് ഏറ്റവും കൂടുതൽ വിഷമമായത്. അതിനെ തോന്നിവാസം പറഞ്ഞത്. ഒരുപാട് ആണുങ്ങളുമായിട്ട് അതിന് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരുപാട് വേണ്ടാതിനും പറഞ്ഞെന്ന് പറയുന്നു. ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഈ നാട്ടിൽ നിന്ന് ഇവർ പറയുന്നത് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങേര് കിടന്ന് ഇവരുടെ ഭർത്താവ് കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. നാട്ടിൽ നിന്ന് അമ്മയും പെങ്ങളും വേണേൽ വിളിച്ച് പറഞ്ഞു കാണുമായിരിക്കും അവൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ. പഠിക്കാൻ പോയടുത്ത് വെച്ച് പരിചയപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. അവിടെ വെച്ച് പരിചയമുള്ളൊരു പയ്യനാണ്, ഇവർ അയലോക്കമാണ്, അങ്ങനെയാണ് പരിചയമുള്ളതെന്ന് പറയുന്നത്. എന്നതാണേലും പോകാനുള്ളത് അവർക്ക് പോയി. ആ 2 കുഞ്ഞുങ്ങൾക്ക് 6-4 വയസ്സുള്ള പൊടി കുഞ്ഞുങ്ങൾക്ക് പോയി. ഒന്നാമത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യയല്ല അതിൻ്റെ ഇത്. പിന്നെ മനുഷ്യൻ്റെ കൺട്രോൾ പോയി കഴിയുമ്പോഴാണ് അവർക്ക് പിന്നെ വേറൊന്നുമില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് കാര്യം അവർ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ ആരുമില്ല. ഭർത്താവില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടൊരു നീതി കിട്ടുന്നില്ല. ഇത്രയും സ്ഥലത്ത് അവർക്കൊരു നീതി കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവർ ചെയ്ത ഒരു കാര്യമാണ്. കാര്യം പിന്നെ എവിടെ പോകാനാണ്? നമുക്ക് ഒരിടത്തും ഒരു നീതി കിട്ടുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്തില്ലെന്ന് നമുക്ക് തെളിയിക്കാൻ ഒരു കാര്യം അവർ സൈഡിൽ നിൽക്കാൻ ആരുമില്ല. അപ്പം അതങ്ങനെ മുന്നോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. പിന്നെ ചിന്തിച്ചപ്പം കാണിച്ചു വെച്ചത് ഇപ്പം ഇനി അത് മരിച്ചതിന് ശേഷം, അത് ഈ ലോകത്തുനിന്ന് പോയതിന് ശേഷം അതിന് സത്യം തെളിഞ്ഞിട്ട് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അത് പോയി. ആ കുഞ്ഞുങ്ങൾ ഇനി ജീവിതകാലം മൊത്തം അതുങ്ങൾക്ക് അമ്മയില്ലാതൊരു കുഞ്ഞുങ്ങൾ വളരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അമ്മയില്ലെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര ദുരിതം തന്നെയായിരിക്കും. ഭയങ്കര ദുരിതം തന്നെയായിരിക്കും. എന്നാണേലും ഒരു വല്ലാത്തൊരു വിഷമം തോന്നി ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക്. ആ ഒരു അപവാദം സഹിക്കാൻ വയ്യാതെ. അപ്പോൾ ആ ഒരു സ്വർണ്ണത്തിൻ്റെ വിഷയം മാത്രമല്ല കൊച്ചിന് പറയാനുള്ളത്, അതിനെ മോശക്കാരിയാക്കുകയും കൂടെ ചെയ്താണ് അതിന് ഏറ്റവും കൂടുതൽ വിഷമമായത്. എന്നാണ് ചെറുപ്രായത്തിൽ ഈ കൊച്ചുങ്ങളെയൊക്കെ കെട്ടിച്ച് വിട്ട് അതുങ്ങളുടെ ജീവിതവും നശിപ്പിച്ച്, പഠിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ പഠിപ്പിച്ച് ആദ്യം സ്വന്തം കാലം നിൽക്കാനായിട്ടൊരു ജോലി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കല്യാണമല്ല ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അതിനപ്പുറമുണ്ട്. അതൊരു വലിയൊരു പ്രാരാബ്ദം കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ചെറുപ്രായത്തിൽ നിങ്ങളെ കെട്ടിച്ചു വിട്ടതിന് ശേഷം വലിയൊരു പ്രാരാബ്ദം. അതുങ്ങൾക്കൊരു ജോലി കിട്ടി, അതുങ്ങൾ ജോലി ചെയ്ത് സമൂഹം എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം വേണം അതുങ്ങൾക്ക് ഒരു ഭാഗജീവിതത്തെപ്പറ്റി ചിന്തിപ്പിക്കേണ്ട. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രശ്നം വന്നാൽ അവർക്കത് സ്വയം അതിന് മറ്റൊരു മാർഗം കണ്ടുപിടിക്കാൻ അവർക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടാകും. ഇത് പുറലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ചെറുപ്രായത്തിൽ, ഇതിനിപ്പോൾ 24 വയസ്സുള്ള, എനിക്കൊന്ന് 18-19 വയസ്സിലായിരിക്കും ചിലപ്പോൾ പിടിച്ച് കെട്ടിച്ചത്. എന്നാ പ്രായമുണ്ട്, പഠിച്ചിറക്കേണ്ട പ്രായം. എന്നാണേലും
കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി, ഇങ്ങനൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എത്രയെന്ന് പറഞ്ഞാലും ഭർത്താവ് അറിയാതെ ഒരു കാര്യം ചെയ്യാതിരിക്കുക. മറ്റൊന്ന്, ആരെങ്കിലും ചോദിച്ചാൽ പൈസയോ സ്വർണ്ണമോ അവർക്കൊന്നിനും കൊടുക്കാതിരിക്കുക. അതിപ്പോൾ ഒരു പെണ്ണാണേലും ഒരാണാണേലും ആര് ചോദിച്ചാലും ഭർത്താവിനോട് പറയുന്നത്. ഇപ്പോൾ പറയും നമ്മുടെ ആങ്ങളമാരാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളോടൊരു സ്വർണം പണയം വെക്കാൻ ചോദിച്ചാൽ അത് ഭർത്താവിനോട് പറഞ്ഞതിന് ശേഷമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അവരുടെ അനുഭവത്തോടു കൂടി മാത്രം കൊടുക്കുക. അവർ പറയുന്നുണ്ട്, കൊച്ചൊരു സ്വർണം കട്ടെടുക്കുകയില്ല, പെങ്ങടെ കല്യാണത്തിന് വേണ്ടി അതിൻ്റെ 5 പവനാണ് അതിന് കൊടുത്തത്. ആ 5 പവനും അത് ഊരി കൊടുത്താണ്. അതിനെങ്ങനെ സ്വർണ്ണത്തോട് ആർത്തിയുള്ള കൊച്ചൊന്നുമല്ല. അപ്പോൾ പിന്നെ വേറെ സ്വർണ്ണം അത് അടിച്ചു മാറ്റാൻ പോകത്തില്ല. ഇത് പൈസ ചോദിച്ച് കാണും. ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് കൊടുക്കാൻ പറ്റാത്തതിന് ഇങ്ങനെ ഒരു സ്വർണ്ണം ഉണ്ടോ എന്ന് തന്നെ ദൈവത്തിനറിയാം. ഇത്രയും പവൻ്റെ ഒരു സ്വർണ്ണം ഉണ്ടോ എന്ന് പോലും ദൈവത്തിനറിയാം. അതിനെ കൊടുക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയായിരിക്കാം. എന്നാണേലും അങ്ങനെ ഒരു ചതിയാണ് ചെയ്തെങ്കിൽ ആരും രക്ഷപ്പെടലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആരും രക്ഷപ്പെടരുത്. ഈ കാണിച്ച എല്ലാം ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.